ഞാനെപ്പോഴും ലാലെന്ന് പറഞ്ഞേ ലാൽ ടി വി എന്നാ പറയുന്നത്. ലാലെന്ന് പേരെഴുതി വെച്ചേക്കുവാ. അപ്പൊ ഞാൻ എത്ര അതിന് മോനെ ഇത് ശരിയാ എത്ര? മോനെ അത് താഴെ വീണു മുട്ടുവോ ഇപ്പൊ നോക്കി മാറുന്നുണ്ടല്ലോ അല്ലേ? ഏഷ്യാനെറ്റേ കിട്ടത്തുള്ളൂ. ഇതെന്ന് വെച്ചാൽ മറ്റേ കിട്ടത്തില്ല, കൈരളി കിട്ടത്തില്ല. ഇത് കൈരളിയാണോ? വന്നു ഇത് കാണുമ്പോൾ എനിക്കിഷ്ടം. മോനെ ഇപ്പൊ കണ്ടപ്പോ ഞാൻ നമ്പർ ഞാൻ നാളെ തൊട്ടേ വിചാരിക്കും മോനെ വിളിക്കണമെന്ന് കേട്ടോ. ഒരു അതൊരു കാര്യമാണ്. എനിക്ക് ഈ ഏഷ്യാനെറ്റ് കാണണം, എനിക്ക് എന്നാലേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഇതെന്നാ മാറ്റി വെക്കുവാ ചാനല്. എന്തുകൊണ്ട് മോനെ വിശേഷം? മോനെ എവിടെ താമസിക്കുക? പണ്ട് താമസിക്കുന്നതിനാണോ? വളഞ്ഞടക്കാവില്ല. വളഞ്ഞടക്കാവില്ല. നമുക്കറിയത്തില്ല. ഞാൻ എപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കാണുന്നത്. എപ്പോഴും 3-4 വർഷം ഇല്ലാതെ മണിയന്റെ വീടിന്റെ അവിടെ ഒരു 25 വർഷം മുമ്പ് താമസിച്ചിട്ടുണ്ടായിരുന്നു. അറിയോ? 25 വർഷം മുന്നെയോ? ഓ, അന്നേരമൊക്കെ നമ്മള് അത് അന്നേരമൊക്കെ നമ്മളിങ്ങനെ ആൾക്കാരൊന്നും അന്നേരം ഇവിടെ ഒന്നും ഇല്ലല്ലോ അധികം നാളൊന്നും. വടക്കേ വീടോ? പള്ളിക്കൂടത്തിന്റെ ഹരീഷിന്റെ വീടില്ലേ, അതിന്റെ റോഡിന്റെ വടക്കേത്. അത് പുരുഷണ്ണന്റെ കിഴക്കേ വീട്. ഇപ്പം വേറുള്ളവരും വന്ന് അവരും വിറ്റേച്ച് പോയില്ലയോ? ഇപ്പം വേറുള്ളവരായി. രഞ്ജു ബേക്കറി വാങ്ങിച്ചു. ഇവിടെ ഞാനേ ലാൽ ടി വി അപ്പൊ ലാലെന്ന് മോന്റെ പേരാന്നുള്ളത് ഞാനത് മറന്നു പോയി. ഇവിടെ കാണിച്ചു. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു മോനെ ലാലെന്ന് പേരാ മോന്റെ. ടി വി പിന്നെ മോനെ ഓർക്കാൻ വേണ്ടി വെച്ചു. അപ്പൊ ഇപ്പൊ 3-4 ദിവസം കൊണ്ട് ഇപ്പൊ ഈ ടി വി ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ. വീട്ടിൽ ഇതിന് മതിയായിരുന്നു. എന്താ പഴയത്? നല്ലപോലെ എല്ലാം കാണാമല്ലോ. കൊണ്ടേയുള്ളതാണെങ്കിലും എന്റെ ഒറ്റയാ. അത് തുമ്പോണം. പോയി എന്റെ ഇവിടെ എന്റെ ഒരു ഇളയം മോളും കൂടെ ആയിരുന്നു. അവിടെ നിന്ന് ഇപ്പം വേറെ എങ്ങാണ്ട് പോയി. വേറെ അവിടെ നിന്ന് ഇപ്പം ഈ കിഴങ്ങന്നൂരൊരു ഹോസ്റ്റലിൽ താമസിക്കുക. പുള്ളിക്ക് തന്നെത്താനെ ഒന്നും ചെയ്യാനൊന്നും ആവത്തില്ല. പിന്നെ ഇപ്പോൾ ഒരു ഹോസ്റ്റലാണെങ്കിലും അവരെല്ലാം ഇല്ല, വിറ്റില്ല. എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തു. ഇവിടുത്തെ എല്ലാം ഇവർക്ക് കൊടുത്തു. ഓരോ വീട്ടിലുള്ള എല്ലാം ഇവർക്ക്, പന്തളത്തുള്ളതെല്ലാം എൻ്റെ മോക്ക്. അത് വിറ്റു. പിന്നെ ഒരു അനുഗ്രഹനാണ് വിറ്റത്. അവരവിടെ നല്ല വീടും ഒക്കെ വെച്ചു. ഇനി ഏറെ ശാസ്ത്രം തീരാനുണ്ടോ? മോനൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഈ ലാലെന്ന് പറയുന്നത് മോനെ ഇങ്ങനെ ഓർക്കുക. എനിക്ക് ഒരു ഓർമ്മ വരുന്നത് ഇപ്പൊ 88 വയസ്സായി മോനെ എനിക്ക്. അല്ല, ഞാനിപ്പോ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു വർഷത്തിന് മേളായി. 1 വർഷമൊന്നുമല്ല, 2 വർഷത്തിൽ കൂടുതലായി ഇവിടെ വന്നിട്ട്. പിന്നെ ജീവിക്കുന്ന ഒരു കുഴപ്പം വന്നിട്ടില്ല. വന്നേരം ശരിയാക്കി പോയതാ. ഇന്ന് ഇപ്പം 3-4 ദിവസം ഇപ്പോൾ ഒരാഴ്ചയായി താഴെ കൊണ്ട് പൊട്ടിയിട്ട്. അന്നേരം മുതലേ ഇത് റിമോട്ട് വാങ്ങിക്കാൻ ആരോടാ ഇങ്ങനെ മോനാൻ്റെ കാര്യം. അപ്പം ഞാൻ ഓർത്തു. അപ്പം ഞാൻ വാങ്ങിച്ചു. ഞാനിപ്പോൾ ഇവരോട് പറയും ഇങ്ങനെ ഒരാളുണ്ട്, ഇത് റിമോട്ടൊന്നും വിളിച്ച് പറഞ്ഞാൽ മതി, കൊണ്ട് തരുമെന്ന്. അയ്യോ, എനിക്ക് വയ്യ മോനെ. 88 വയസ്സായില്ലേ? 88. തികഞ്ഞില്ല. വെള്ളാപ്പള്ളിക്ക് 89. വെള്ളാപ്പള്ളിക്ക് 89 വയസ്സുണ്ട്. ആലപ്പുഴ ഓടിച്ചാടി നടക്കുന്നു. പിന്നെ എനിക്ക് 88 വയസ്സിൽ മെയ് മാസം 8-ാം തീയതി
5-ാം തീയതി 8-ാം തീയതി തന്നെ 88 വയസ്സ്. അവരെപ്പോലാണ് അയാളെപ്പോലാണ് ഞാൻ. എന്താ അയാൾക്ക് എന്തുവാ കൊമ്പുണ്ടോ? എന്തുവാ നമ്മുടെ അച്യുതാനന്ദൻ 102 വയസ്സ് വരെ ജീവിച്ച് ഇങ്ങനെ മനുഷ്യരെയൊക്കെ ഓരോന്നൊക്കെ അടിച്ച് നിങ്ങൾക്കറിയോ ഈ ലേസറൊക്കെ അടിക്കുന്ന പരിപാടിയൊക്കെ അറിയാവോ? ആ നമ്മുടെ മേത്തോട്ടൊക്കെ അടിക്കുന്ന അറിയാവോ ലേസറൊക്കെ? അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ നമ്മളോട് ഭയങ്കര ഇതാ നമ്മളെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള രീതിയിൽ ഇങ്ങനെ അതിനെ പൊക്കിക്കെട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ ഇതെല്ലാം? എന്നുവെച്ചാൽ അവരുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു, നമ്മുടെ വീട്ടിലോട്ട് ഇപ്പം നിങ്ങൾ വന്നാൽ ആരാണ്ട് ഇവിടെ വന്ന ആണുങ്ങൾ ഇവിടെ വന്നതാണ് എന്നൊക്കെയുള്ള കഥകളാണ്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. എന്നാൽ അങ്ങനെ കഥ നമ്മളെക്കുറിച്ച് അങ്ങനെ കഥ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലാത്ത കഥകൾ പറയേണ്ട കാര്യമുണ്ടോ? അത് ശരിയല്ലല്ലോ. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇല്ലാത്ത കഥ പറഞ്ഞാൽ എന്നും നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കഥ പറഞ്ഞാൽ അത് ശരിയാണോ? അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. നമ്മളെക്കുറിച്ച് അങ്ങനെ അനാവശ്യ കഥകൾ ഉണ്ടാക്കുക, നമ്മുടെ കൂടെ നമ്മുടെ വസ്തുവകൾ എന്തോ പിടിച്ചെടുക്കാൻ നോക്കുക, നമ്മുടെ വസ്തുവകൾ ആർക്കാണ്ട് വിറ്റെന്നൊക്കെ വരുത്താൻ നോക്കുക. അങ്ങനെയൊക്കെ അങ്ങ് നോക്കാൻ നോക്കിയാൽ എന്തോ ഇപ്പൊ വെള്ളരിക്കാൻ പറ്റണോ? ക്യാമറ അതൊക്കെ പണ്ടേ കളഞ്ഞത്, ഇവിടെ കാണാൻ ഒക്കും. അങ്ങനെ ഭയങ്കര ശല്യ കുറെ ആൾക്കാരെ കൊണ്ട്. അവിടെ എവിടെയെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പം. പിന്നെ ആരെങ്കിലും വന്നാൽ അവരെ ഉടനെ ഇവര് ഇതാക്കി. നമ്മളിപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഉടനെ അവരെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് പല പല പരിപാടികളാണ്. ഇവിടുത്തെ താമസമുണ്ട് എൻ്റെ പൊന്നു മോനെ. അവനെ മോനെ അറിയാമായിരിക്കില്ല ചെരുപ്പ് കുത്തിയെ ഒരു കുട്ടൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവന് CPM